അടുത്തതായി നമ്മൾ എന്താണ് കാണികൾക്ക് നൽകാൻ പോകുന്നത്? എന്നാൽ നമുക്കൊരു നാടകമായാലോ? അതെ, ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പച്ചയായ ആവിഷ്കാരമാണ് നാടകം. അറിയാതെ പോകുന്ന പലതും എന്നിലേക്ക് വിരൽ ചൂണ്ടുന്നു. നാം അത് തിരിച്ചറിയുക, തിരുത്തുക. നമ്മുടെ കുരുന്നുകളിലൂടെ നാം അറിയേണ്ടുന്ന പലതും ഇതാ നിങ്ങൾക്ക് മുന്നിൽ. ആസ്വദിക്കൂ, അറിവ് നേടൂ. പ്രിയപ്പെട്ട മമ്മി, പപ്പ, ഈ കത്ത് വായിക്കുമ്പോൾ മമ്മി കരയുകയായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടാകും. എനിക്ക് മടുത്തു, എനിക്ക് പറ്റുന്നില്ല, എന്നെ ആർക്കും വേണ്ട. അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ കൂട്ടുകാര് ഉപദ്രവിക്കുന്നത്, കളിയാക്കുന്നത്? ഞാൻ അത്രയ്ക്ക് കൊള്ളാത്തവനാണോ? മമ്മി എന്നോട് പിണങ്ങല്ലേ, ഒട്ടും പറ്റാത്തോണ്ടാ എന്നെ അവർ ഉപദ്രവിക്കുന്നത്. പപ്പയോടും മമ്മിയോടും പറഞ്ഞാൽ നിങ്ങളെയും അവർ ഉപദ്രവിക്കും. അതുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ഞാൻ പോകുക. കുട്ടികൾക്കും അധ്യാപകർക്കും ഇടയിൽ അകലം കൂടുന്ന ഈ കാലത്ത് ഒന്ന് സ്നേഹത്തോട് ശിക്ഷിക്കാൻ അധ്യാപകർ കോടതി വിധികളെ ഭയക്കുന്ന ഈ നൂറ്റാണ്ടിൽ ഞങ്ങൾ സ്നേഹപൂർവ്വം അവതരിപ്പിക്കുന്നു ടീച്ചറമ്മ. നമ്മുടെ കഴുതാപ്പ് വരുന്നു. കഴുതേ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. ഈ കഴുതയ്ക്ക് മാത്രം ബുദ്ധി കൊടുത്തില്ല, ഒട്ടും ബുദ്ധി കൊടുത്തില്ല. എൻ്റെ മോനെ, ഇത് കണ്ട പുതിയ സാധനമാണ്. എന്നാ കിക്ക്! എനിക്കെന്താടാ വരണം? പൊളി സാധനം, ഒട്ടുക്കത്തെ കിക്കാണല്ലോ അളിയാ. ടാടാ, ആരേലും കാണും, പെട്ടെന്ന് തീർക്ക്, ഇവിടുന്ന് വേഗം പോകാം. ഒരു പേടിത്തൊണ്ടം വന്നിരിക്കുന്നു. നീ ഇതൊന്നും പിടിപ്പിച്ചാൽ നിന്റെ എല്ലാ പേടിയും പൊക്കോളും. ചേട്ടന്മാരെ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഇത് തെറ്റല്ലേ? തെറ്റോ? ബഡ്ഡി, ഇതാണ് മോനെ പുതിയ ലോകം. വേണമെങ്കിൽ നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ക്യാഷ് ഒന്നും വേണ്ടടാ, ഇന്നത്തേക്ക് ഏട്ടന്മാരുടെ വക ഫ്രീ. അയ്യോ, എനിക്കൊന്നും വേണ്ട, ഇത് തെറ്റാണ്. ഞാനിത് പറഞ്ഞു കൊടുക്കും. നീയെങ്ങാനും പറഞ്ഞു കൊടുത്താൽ അന്ന് നിന്റെ അന്ത്യാണ്. മറക്കേണ്ട, കൊന്നു കുഴിച്ചു മൂടും നിന്നെ. നീ ആ ബാബുവിന്റെ മോനല്ലേ? വെറുതെ ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റല്ലേ? ഇല്ലല്ല, ഞാനിത് സമ്മതിക്കില്ല. ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. അയ്യോ, എന്നും ചെയ്യല്ലേ ചേട്ടന്മാരെ. അയ്യോ, അയ്യോ, എന്നും ചെയ്യല്ലേ. മമ്മി, മമ്മി, നീ എത്തിയോ? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ കുളിക്കുക, നീ കാപ്പി കുടിച്ചിട്ട് ഫ്രഷ് ആവ്. എവിടെയും തെണ്ടിത്തിരിഞ്ഞിരുന്നിട്ട് വലിഞ്ഞു കയറി വന്നോളും. ഈ ചെറുക്കനെ കൊണ്ട് തോറ്റു, എല്ലാം വലിച്ചു വാരി ഇട്ടോളും. ഇങ്ങനെ ഒരു ജന്മം. എടാ ചെറുക്ക, ഞാനൊന്ന് പുറത്തു പോകുക. അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. മമ്മി, മമ്മി പോകല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ പപ്പ. ഹലോ മോനെ, പറയടാ.
പപ്പ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ, ടൂറ് പോകാൻ കാശിനായിരിക്കും. അതല്ല പപ്പ. പിന്നെന്താ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു കാണും. അല്ലെങ്കിലും നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അതെങ്ങനാ? അവളുടെ ബുദ്ധിയല്ലേ നിനക്കും കിട്ടിയിരിക്കുന്നേ. പപ്പ അതല്ല പപ്പ. എടാ, നിന്റെ കിന്നാരം കേട്ടോണ്ടിരിക്കാൻ എനിക്ക് നേരില്ല. പിന്നെ വിളിക്കാം. ബൈ. അവര് നിങ്ങളെയും ഉപദ്രവിക്കും. ആരാണെന്ന് എന്നോട് ചോദിക്കരുത്. എനിക്ക് അവരെ പേടിയാ. അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ ഞാൻ പോവുക. അമ്മ കരയണ്ടാട്ടോ, കരയണ്ട. ഹലോ അപ്പു. യെസ് ടീച്ചർ. മോൻ എന്തെടുക്കുവാ? അത് ഞാൻ വെറുതെ. എന്തു പറ്റി മോനെ? എന്താ നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ടീച്ചറെ, എനിക്ക് ഒന്നുമില്ല. അപ്പൂസേ. ആ ടീച്ചറെ. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയേ? എന്റെ മോന്റെ കൂടെ ഈ ടീച്ചറില്ലേ? ഒന്നും ഓർത്ത് വിഷമിക്കല്ലേ കേട്ടോ. നിക്ക്, ടീച്ചർ ഒരു കഥ പറയട്ടെ. പണ്ടൊരിടത്ത് ഒരു ഓടാമരം ഉണ്ടായിരുന്നു. അവനെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര സങ്കടം. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഒരാൾ വന്ന് അവനെ മുറിച്ചു കൊണ്ടുപോയി ചീകി ഒതുക്കി ഇലകളൊക്കെ കളഞ്ഞു. എന്നിട്ട് അവനെ വെയിലത്ത് കൊണ്ട് ഇട്ടു. അതും കൂടി കണ്ടപ്പോ അവന് ഭയങ്കര സങ്കടമായി. അവൻ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോ കേൾക്കുന്നില്ലേ നീ? അപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് തീയിൽ പഴുപ്പിച്ച ഇരുമ്പ് കമ്പയെടുത്ത് അവന്റെ ശരീരത്തിൽ കുത്തി ഇറക്കി. അവന് നന്നായി വേദനിച്ചു. എന്നിട്ട് ആ പാവത്തിനെ വെള്ളത്തിൽ മുക്കി, അതും തണുത്ത വെള്ളത്തിൽ. പാവം കുട്ടി അല്ലേ അപ്പു? പക്ഷേ കുറച്ചു കഴിഞ്ഞ് അയാൾ അവനെ എടുത്ത് ചുണ്ടോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അതിലേക്ക് ഊതി. അപ്പോൾ അവിടെ എന്താ നടന്നതെന്ന് അറിയോ? മനോഹരമായ സംഗീതം. മോനെ അപ്പൂസേ, ചില വേദനകൾ നമുക്ക് നന്മ കൊണ്ടുതരും. ടീച്ചറെ. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? വലിയൊരു അപകടത്തിൽ നിന്നാണ് നമ്മുടെ മോൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മളോട് എന്തും പറയാനായിട്ടുള്ള സ്പേസ് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, നിങ്ങൾക്കത് കേൾക്കാനുള്ള മനസ്സും സമയവും എല്ലാം വേണം. എന്നാ ഞാൻ അവനെ വിളിക്കട്ടെ? അപ്പൂ. സോറി മോനെ. ഇനി എന്റെ മോന്റെ കൂടെ മമ്മി എന്നും ഉണ്ടാകും. അപ്പു, പപ്പയോട് ക്ഷമിക്കടാ. ഇനി നിനക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കാട്ടോ. മമ്മി പപ്പ ഇങ്ങനെ കരയല്ലേട്ടോ. സാരമില്ല, ഞാനും ഇനി കരയില്ല. എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്റെ സ്വന്തം ടീച്ചർ അമ്മയും എന്റെ കൂടെ ഉണ്ടല്ലോ. അത് മതി. നമസ്കാരം. കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നാടിന് വിപത്തായ ലഹരി മാഫിയയെ തുരത്താൻ ഒറ്റയ്ക്ക് പോരാടിയ 10 വയസ്സുകാരന് ജന്മനാടിന്റെ ആദരം. വാർത്തകൾ വിശദമായി. സ്കൂളിനോട് ചേർന്ന് നാടിന് സാമൂഹ്യ വിപത്തായി മാറിയ ലഹരി മാഫിയയെ നിയമത്തിന് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ഒരു 10 വയസ്സുകാരൻ നാടിന് മാതൃകയായി.
ലഹരിക്കെതിരായ നിചേരാൻ പോരൂ യുവജനമേ വേഗം നിങ്ങൾ ഇനി ലഹരിയിൽ തകരാതിടുവാൻ